ഹലോ മല്ലൂസ് വെൽക്കം ടു അനദർ വീഡിയോ. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് ഒന്നുമില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതായിട്ടോ എന്നും പോലത്തെ റൊട്ടീനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് വെച്ച് എഗ് റൈസ് നോക്കിക്കോന്ന് പറഞ്ഞു കേട്ടോ. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ പിന്നെ ഉള്ളിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചങ്ങാണ്ട് പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഞാൻ പലാവ് വാങ്ങിനു. പലാവ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല, ഇവിടെ പലാവ് എന്നാണ് കേട്ടോ പറയാ. അപ്പൊ അങ്ങനെ വർക്കിന്റെ ഇടയ്ക്ക് അവൾക്ക് തിന്ന് ഒരു മെരിന്റെ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ എന്റെ ഫ്രണ്ട് എനിക്ക് വിളിച്ചത്, ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്. ഇവള് പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവളെ എനിക്ക് കാണാൻ പറ്റില്ലേ ഇല്ല. അപ്പൊ നിങ്ങള് ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ടിന് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓള് ഉച്ചത്തെ ഫുഡൊക്കെ വാങ്ങി തരാറുണ്ട്, വെയിലത്ത് തലയിൽ തട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് പോകട്ടെ, അല്ലാതെ നല്ല കുട്ടി ആയതുകൊണ്ടൊന്നല്ല. അപ്പൊ നേരെ ഞങ്ങള് ഹോട്ടലിലേക്ക് പോയി. പിന്നെ മനസ്സിലായത് എന്തിനാ ഓളാ ഫുഡ് വാങ്ങിത്തരാന്നുള്ളത് പറഞ്ഞിക്കണെന്നുള്ളത്. പിന്നെ നേരെ പോയി ഫുഡ് ഓർഡർ ചെയ്ത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. എന്റെ ഫോൺ കവറും ഓളെ ഫോൺ കവറും അടുത്തിരിക്കുന്ന ഒരു ഫോൺ കവറൊക്കെ ഒന്നാണ് കേട്ടോ. ഓൺലൈനിൽ ഓർഡർ ആക്കിയല്ലേ പ്രശ്നം ഇതാണ്. അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് ഫുഡ് എത്തിക്കണ്. ഫുഡ് കുഴപ്പമില്ലാത്ത ടേസ്റ്റിനും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, അത് ഞങ്ങള് കബാബിന് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കബാബ് എത്തിയത്. പിന്നെ ചോറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് അത് തികയില്ല എന്നുള്ളത്. അപ്പൊ ഒന്നും കൂടെ പിന്നെ ഓർഡർ ചെയ്തിരിക്കണേ. അങ്ങനെ ഫുഡും കഴിച്ച് ബില്ലും കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് കേട്ടോ പറയണത്, ഇങ്ങനെ സോപ്പിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് മേടിച്ചെന്നില്ലേ, എനിക്ക് ഡയറി മിൽക്ക് മേടിച്ചു തരുന്നത്. അപ്പോഴാണ് ആ സ്നേഹം എന്തിനുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഏതായാലും ഞാൻ ഇപ്പൊ ആ ഒരു കുട്ടി ആഗ്രഹം പറഞ്ഞതല്ലേ, പിന്നെ സാധിച്ചു കൊടുക്കണേ. ഞാൻ ഒരു ഡയറി മിൽക്കൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഓൾ ഓട്ടോ സ്റ്റാൻഡോട് ഇറക്കിങ്ങാണ്ട് ഞാനും പോയി. അപ്പൊ ബാക്കി നാളെ.